ഓരോ ദിനവും കടന്നു പോകുന്നത് അതിദാരുണമായിട്ടുള്ള ചില സംഭവങ്ങളിലൂടെയാണ്. അത് കൊലപാതകങ്ങളാവാം, അതിക്രമങ്ങളാവാം, ലൈംഗിക ചൂഷണങ്ങളാവാം. ഇത്തരത്തിലുള്ള ഓരോ ക്രൈമും നടക്കാതെ ഓരോ ദിനവും കടന്നു പോകുന്നില്ല. ഇപ്പോഴിതാ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് ഒരു വാർത്ത വരികയാണ്. അവിടെ മലയാളി വിദ്യാർത്ഥിനിയെ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച സഹപാഠി തീർത്തു കളഞ്ഞു. എന്താണ് ഇതിന് കാരണമെന്ന് അന്വേഷിച്ചു വരുന്നതേയുള്ളൂ. മലയാളി വിദ്യാർത്ഥിയാണ്. തലക്കടിച്ച് അതിക്രമം കാണിച്ചയാളും മലയാളി തന്നെയാണ്. ഇരുവരും സുഹൃത്തുക്കളാണ് എന്നൊക്കെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ. ഹരിപ്പാട് സ്വദേശിയായിട്ടുള്ള സാവരിയ എന്ന് പറയുന്ന 22 വയസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. പെരിന്തൽമണ്ണ സ്വദേശിയായിട്ടുള്ള സാദറുൽ അനമാണ് അറസ്റ്റിലായത്. ഈ കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ മൃതദേഹം ദില്ലിയിൽ എത്തിച്ചിട്ടുണ്ട്. ഇവര് അഫ്ഗാനിസ്ഥാനിലെ ബുക്കാറ സ്റ്റേറ്റ് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വേണ്ടി പോയതാണ്. മെഡിക്കൽ വിദ്യാർത്ഥികളാണ്. ഇരുവരും സുഹൃത്തുക്കളുമായിരുന്നു. 4 ദിവസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പറയപ്പെടുന്നത്. ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ചതിനെ തുടർന്ന് ഈ പെൺകുട്ടിയുടെ സാവരിയയുടെ തലയിൽ രക്തസ്രാവം ഉണ്ടാവുകയാണ്. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ മണിക്കൂറുകൾക്കകം തന്നെ മരണം സ്ഥിരീകരിക്കുകയാണ് ഉണ്ടായത്. പെൺകുട്ടിയെ ആക്രമിച്ച സാദറുൽ അനം എന്ന് പറയുന്ന 23 വയസ്സുകാരൻ ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ പോലീസിന്റെ അറസ്റ്റിലാണ്. പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരി ഭർത്താവാണ് ഉസ്ബെക്കിസ്ഥാനിലെത്തി മൃതദേഹം ദില്ലിയിൽ എത്തിച്ചത്. ഇന്ന് വൈകിട്ടോടു കൂടി ഈ പെൺകുട്ടിയുടെ മൃതദേഹം ഹരിപ്പാട്ട് എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇവർ രണ്ടുപേരും വളരെ അടുത്ത സുഹൃത്തുക്കളാണ് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്നാൽ തർക്കമുണ്ടായതിനെ പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് ഇത്തരത്തിൽ തലക്കടിക്കാൻ കാരണമായത് എന്ന് ബന്ധുക്കൾ പറയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് പറയാൻ കഴിയില്ല. ഇതിനു മുമ്പും പലപ്പോഴും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് പല കാരണങ്ങളായിരിക്കാം. ഇവിടെ നിന്ന് പോകുന്ന പലരും ഒരുമിച്ചായിരിക്കാം താമസിക്കുന്നുണ്ടാവുക. പലരും നാട്ടുകാരായതുകൊണ്ടും മലയാളികളായതുകൊണ്ടും ഒക്കെ അടുത്തടുത്ത റൂമുകളിലും ഒക്കെ ആയിട്ട് താമസിക്കുകയും ഒക്കെ ചെയ്യുന്നു. മലയാളി ആകുമ്പോൾ സ്വാഭാവികമാണ് നമുക്ക് ഒരു അടുപ്പം തോന്നും. നമ്മുടെ നാട്ടുകാരനാണ്, അല്ലെങ്കിൽ മലയാളി തന്നെയാണല്ലോ. അതിപ്പോ ഹിന്ദി ആളുകളായാലും, ഹിന്ദി സംസാരിക്കുന്ന യുപിയിലേക്കൊക്കെ ഉള്ള വടക്കേന്ത്യൻ ആളുകളായാലും അവർക്ക് സ്വന്തം നാട്ടിൽ നിന്നുള്ള ഒരാൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഒരു അടുപ്പം തോന്നും. പലപ്പോഴും ഈ അടുപ്പം ചെന്ന് എത്തിക്കുന്നത് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങളിലേക്കാണ്. ഇവർ മെഡിക്കൽ വിദ്യാർത്ഥികളായിട്ട് പോയതാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ നിന്ന് ഏതെല്ലാം നമ്മൾ കേൾക്കാത്ത പല രാജ്യങ്ങളിലേക്ക് പോലും ഇവിടെ നിന്ന് മെഡിക്കൽ പഠനത്തിന് വേണ്ടിയിട്ട് വണ്ടി കയറുന്നവരുണ്ട്, വിമാനം പിടിക്കുന്നവരുണ്ട്. ഉക്രൈനിലേക്കൊക്കെ അവസ്ഥ എന്തായിരുന്നു ആ യുദ്ധമുണ്ടായ സമയത്ത് എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. ഏറ്റവും അധികം മെഡിക്കൽ വിദ്യാർത്ഥികളായിരുന്നു എനിക്ക് തോന്നുന്നു ഉക്രൈൻ യുദ്ധകാലത്ത് തിരിച്ചെത്തിച്ചത് തന്നെ. അപ്പൊ അത്രയധികം വിദ്യാർത്ഥികൾ, അത്രയധികം യുവാക്കൾ അങ്ങ് വിമാനം കയറി മറ്റ് രാജ്യങ്ങളിലേക്ക് പോവുകയാണ്. പഠനത്തിനായിരിക്കാം, ഫെലോഷിപ്പ് കിട്ടി പോകുന്നത് ഉണ്ടായിരിക്കാം, ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ടാവാം, ജോലിക്കായിട്ട് പോയിട്ടുണ്ടാവാം. ഇതെല്ലാം അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടും. കാരണം മലയാളികൾ അല്ലെങ്കിൽ ഇന്ത്യക്കാർ എന്നുള്ള ലെവലിൽ തന്നെ കമ്മ്യൂണിറ്റി രൂപപ്പെടാം. അത് എല്ലാ രാജ്യത്തിനും അതിൻ്റെതായ അവരുടെ ആളുകൾക്കിടയിൽ ഒരു കമ്മ്യൂണിറ്റി രൂപപ്പെടുന്നതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഇത് എന്തുകൊണ്ടുണ്ടായി? ഇനി ഇവർ ഇത്തരത്തിൽ അവിടെ എന്തെങ്കിലും ഉപയോഗിച്ചിരുന്നോ, അല്ലെങ്കിൽ മദ്യമോ അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ? അതിന്റെ പ്രകോപനമാണോ പെട്ടെന്ന് തലക്കടിയേക്കാൻ കാരണമായത്? അല്ലെങ്കിൽ ഇവർ എന്തിനാണ് അത്രമേൽ ഒരു വഴക്കിലേക്ക് പോകാനുള്ള കാരണം എന്താണ്? ഇവർ ഒരുമിച്ചാണോ താമസിച്ചിരുന്നത്? ഷെയറുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണോ? റൂം ഷെയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന പണം കൊടുക്കുക, റെന്റ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണോ? അല്ലെങ്കിൽ പറ്റാത്തത് എന്തെങ്കിലും അവിടെ സംഭവിച്ചിട്ടുണ്ടോ? ആർക്കും ഇത് ഒന്നും അറിയില്ല. നടന്നിരിക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലും. ഒരു മലയാളിയുടെ കൈകൊണ്ട് തന്നെ മറ്റൊരു മലയാളിയുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നോക്കൂ,
2024 കിർഗിസ്ഥാനില് ഉൾപ്പെടെയുള്ള അവിടുത്തെ ചില നഗരങ്ങളിലും ഒക്കെ ആയിട്ട് വിദേശ വിദ്യാർത്ഥികൾക്കെതിരായ വലിയ ജനക്കൂട്ട ആക്രമണങ്ങൾ നടന്നതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ടായിരുന്നു. നിരവധി ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികൾക്ക് പിന്നീട് പരിക്കേറ്റ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഇവരെല്ലാം ഇന്ത്യയിലേക്ക് മടങ്ങിയിരുന്നു. 2022 പോവുകയാണെങ്കിൽ ഉക്രൈനില് യുദ്ധത്തിനെതിരെ വെടിവയ്പിൽ മലയാളികൾ കൊല്ലപ്പെടുന്നുണ്ട്. യുദ്ധവുമായി ബന്ധപ്പെട്ട് മരിച്ചത് ആദ്യ ഇന്ത്യൻ വിദ്യാർത്ഥിയായിട്ട് ഒരു ഇന്ത്യൻ വിദ്യാർത്ഥി മാറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൂടാതെ 2023 റഷ്യയില് ചില ഇന്ത്യൻ വിദ്യാർത്ഥികൾ ആക്രമിക്കപ്പെട്ടതും വംശീയ അധിക്ഷേപം നേരിട്ടതുമായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവ സാധാരണയായിട്ട് വ്യക്തിപരമായിട്ടുള്ള ആക്രമണങ്ങളായിരുന്നു, സഹപാഠികളായിട്ടുള്ളവർക്കിടയിലെ പ്രശ്നങ്ങളായിരുന്നില്ല. അങ്ങനെ വിവിധ വർഷങ്ങളിലായിട്ട് വിവിധ സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. വിദ്യാർത്ഥികൾ തമ്മിലുള്ള, പ്രത്യേകിച്ച് മെഡിക്കൽ വിദ്യാഭ്യാസത്തിനൊക്കെ ആയിട്ടാണ് കൂടുതൽ പേരും പുറത്തേക്ക് വിദേശ രാജ്യങ്ങള് നഴ്സിംഗ് ആ ഒരു ഫീൽഡുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ പേരും വിദേശത്തേക്കൊക്കെ പോകുന്നത്. പലരും അവിടെ തന്നെ സെറ്റിൽ ആവാനുള്ള സാധ്യതകളും ഒക്കെ ഉണ്ട്. പലരും അങ്ങനെ സെറ്റിൽ ആവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വിദേശ മെഡിക്കൽ വിദ്യാർത്ഥികൾ തമ്മിലുള്ള തർക്കങ്ങള്, ആക്രമണങ്ങള്, അപകട മരണങ്ങള് തുടങ്ങിയ ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലൊരു കൊലപാതകം എന്ന് പറയുന്നത് വളരെ അപൂർവമാണ് എന്നുള്ളതാണ് നമ്മൾ ഡാറ്റ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഓരോ വർഷവും 10,000-കണക്കിന് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് MBBS പഠിക്കാൻ പോകുന്നുണ്ട്. അവരിൽ ഭൂരിഭാഗവും പഠനം പൂർത്തിയാക്കിയിട്ട് തിരിച്ചെത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കൊലപാതക ശ്രമം പോലുള്ള കാര്യങ്ങൾ, അക്രമം പോലുള്ള കാര്യങ്ങൾ, കൊലപാതകത്തിലേക്ക് നീളുന്ന അക്രമങ്ങളിലേക്കൊക്കെ പോകുന്ന സംഭവങ്ങൾ വളരെ വിരളമാണ്. ഇത് എന്ത് തന്നെ ആയാലും ഇന്ത്യക്ക്, നമ്മുടെ രാജ്യത്തിനാണ് ഇതൊരു അപമാനമായിട്ട് മാറുന്നത്. മറ്റു രാജ്യങ്ങളിലുള്ളവർ മറ്റൊരു രാജ്യത്ത് ചെന്ന് വലിയ അതിക്രമങ്ങളും കൊലപാതകങ്ങളിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട്. പല കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരം ഒരു സംഭവത്തിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ വില കളയുന്ന രീതിയിലേക്കാണ് ഇത്തരം സംഭവങ്ങൾ പോലും കൊണ്ടുചെന്ന് എത്തിക്കുന്നത്. പിന്നെ നമ്മുടെ നാട്ടുകാരാണ്, വീട്ടുകാരാണ്, അല്ലെങ്കിൽ മലയാളികളാണ് എന്നൊക്കെയുള്ള സൗഹൃദത്തിൽ അടുത്തു കൂടുമ്പോഴും ഇതിന്റെ പിന്നാമ്പുറം എന്താണ് നടന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല. അത് എന്തുകൊണ്ടാണ് അത്രയും ഒരു പ്രകോപനം ഉണ്ടായിട്ടുള്ളത്? അതിന് ലഹരി ഒരു കാരണമായിട്ടുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല. നമ്മുടെ കുട്ടികളൊക്കെ നാട് വിട്ടുകഴിഞ്ഞാൽ ഏത് തരത്തിലാണ് അവിടെ ജീവിക്കുന്നത് എന്നുള്ളതിന് നമുക്ക് മുമ്പിൽ പോയി നോക്കാൻ പോലും യാതൊരു സൗകര്യവുമില്ല. അവിടെയൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ പെട്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? പല സംഭവങ്ങളിലുമൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകളിലൂടെയൊക്കെ പരിഹരിച്ച് തിരിച്ചു കൊണ്ടുവരികയും ഒക്കെ ചെയ്യുമ്പോഴും പക്ഷെ ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങൾ അത് രാജ്യത്തിന്റെ വില കളയുന്നത് കൂടിയായിട്ട് മാറുന്നുണ്ട്. കൂടാതെ ഒരു കുടുംബത്തിനുണ്ടാവുന്ന നഷ്ടം, അത് ഒരു നിമിഷത്തെ അവിവേകം കൊണ്ട് ഒരു കുടുംബത്തിനുണ്ടാകുന്ന നഷ്ടം നികത്താൻ എങ്ങനെ കഴിയും? ഒരാളുടെ ജീവൻ പൊലിഞ്ഞു, മറ്റൊരാൾ ഉസ്ബെക്കിസ്ഥാനിൽ തന്നെ അറസ്റ്റിലായി ജയിലിൽ തുടരുകയാണ്. അപ്പോൾ അയാളുടെ ഭാവി കൂടെ ഇല്ലാതെയാവുകയാണ്. പെട്ടെന്നുണ്ടാവുന്ന പ്രകോപനങ്ങൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളിലേക്കാണ് എല്ലാവരെയും കൊണ്ടുചെന്ന് ചാടിക്കുക. വിവേകപൂർവ്വം, ഉചിതമായി, വിവേചന ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളത് ഒന്നാമത്. നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമ്മുടെ നാടല്ല, വിദേശ നാട്ടിലെ നിയമങ്ങൾ എന്ന് പറയുന്നത് ഒരാളെ വിട്ട് നമ്മുടെ നാട്ടിൽ എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ അധികൃതർ അവരുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് എത്രത്തോളം വലിയൊരു വിഷയം കടന്നിട്ടാണ് അവരെ തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. പലരെയും നാട്ടിലേക്കൊക്കെ എത്തിക്കുന്നതിന്റെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകാതെ ശ്രദ്ധിക്കേണ്ടതും പരസ്പരം ഒരു നയപരമായ സമീപനത്തിലൂടെ മുന്നോട്ട് പോകേണ്ടതിന്റെ കൂടി ആവശ്യകത ഇത്തരത്തിലുള്ള ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ നമ്മളെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്.